ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ് കുറേ ദിവസത്തിന് ശേഷമാണ്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ് ഇന്നത്തെ വീഡിയോ 2-3 സന്തോഷ കാര്യങ്ങളും പറയാനുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളും ചിലവരുടെ സന്തോഷം പോയ കാര്യങ്ങളും പറയാനുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും എല്ലാവർക്കും സന്തോഷമാണ്. എന്തുകൊണ്ടാണ് ഉമ്മാർക്ക് സന്തോഷം ഇല്ലാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമുക്കത് ചോദിച്ചു നോക്കാം. ഇപ്പം എങ്ങനെയുണ്ട്, അസുഖം എങ്ങനെയുണ്ട്? ഇപ്പം അസുഖം വലിയ കുഴപ്പമൊന്നുമില്ല. വയറുവേദനയും കാര്യങ്ങളൊക്കെ മാറി. ഇനി പല്ല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ് ഞങ്ങൾ പല്ല് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ റെഡിയാക്കി കിട്ടുമൊന്നുമില്ല, എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, എന്താ പറയുന്നതെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചക്കരയുടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എവിടേക്കാണെന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല, കുറേ ദിവസം നിൽക്കാറില്ല. അപ്പോൾ അതിനൊക്കെ ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ഫിറ്റ്നസ്, അതായത് എൻ്റെ ഡയറ്റിങ്ങും അത് പോവും, അല്ലെങ്കിൽ ജിമ്മും മുടങ്ങും എന്നുള്ളതും. അതല്ലാതെ നമ്മുടെ പുതിയൊരു ബ്രാൻഡിൻ്റെ കാര്യം എല്ലാവരോടും നമ്മൾ പറഞ്ഞായിരുന്നു. പെരുന്നാൾക്ക് മുന്നേ ഓപ്പൺ ആക്കും എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നത്, എന്തുകൊണ്ടത് ഓപ്പൺ ആക്കുന്നില്ല, എന്താണ് പ്രശ്നം, എന്താ നിങ്ങളത് ചെയ്യുന്നില്ലേ, ഞങ്ങളൊക്കെ അതിന് വെയിറ്റിംഗ് ആണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പണി ഒരു മാസം 2 മാസം മുന്നേ ഇതെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് പുറത്തേക്ക് വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു പേര് മസ്റ്റായിരുന്നു. അതായത് എല്ലാ ബ്രാൻഡിനും പേര് മസ്റ്റ് തന്നെയാണ്. അങ്ങനെയല്ല, പേര് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് ഔട്ടിറക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഒരു വെറൈറ്റി പേരാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുറച്ച് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു പേരാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സ്റ്റിച്ചിങ് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൽക്കൊരു കാരണം പാടുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ എല്ലാവരും, ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്യുന്ന എന്താണ്, ഡ്രസ്സ് ഇങ്ങനെ കോഴിക്കോട് നിന്നും അവിടെ നിന്നൊക്കെ പോയി ഒരു പ്രൈസിന് വിൽക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു പുതുമയൊന്നുമില്ലല്ലോ. അഫോർഡബിൾ പ്രൈസിൽ നല്ല സ്റ്റിച്ചിങ്ങിൽ എങ്ങനെ സാധനം കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. അതിനാണ് ഇത്രയും ടൈം വൈകിയത് കേട്ടോ. കാരണം 3-4 വട്ടം സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സാധനം എത്തിയിട്ടുണ്ടായിരുന്നു. ആ 3-4 വട്ടം സ്റ്റിച്ചിങ്ങിൽ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ പോലും ഞങ്ങൾ റിജക്റ്റ് ആക്കി ഏറ്റവും ഫൈനലായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റോക്കൊന്നുമില്ല. കാരണം ഇപ്പം അറിയാം, എല്ലാവർക്കും പെരുന്നാൾ സീസൺ ആവുകൊണ്ട് അടിച്ച് കിട്ടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായി ഈ ഒരു ടൈമിൽ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഉള്ള സ്റ്റോക്ക് നമ്മൾ എന്തായാലും കൊടുക്കും. അതിനു മുന്നേ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പേര് റിവീലിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഏതൊക്കെയാണ് കളക്ഷൻസ് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. നാളെയാണ് ഞാനത് ഓപ്പണിങ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നുണ്ട്. ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ്. അങ്ങനെ വീണ്ടും ഒരു ഓൺട്രപ്രണർ ആവാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ കാണാം. പിന്നെ ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ മാത്രമല്ല, അതായത് സിനുവിൻ്റെ കസിനും പിന്നെ വേറൊരാളും പാടേണ്ട, ടോട്ടൽ 3 പേര് കൂടിയിട്ടാണ് ഈ ഒരു പുതിയ സംരംഭം ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്യണമെന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ഇതിന് വലിയ ഉഷാറൊന്നുമില്ല. ഇത് മാത്രമൊന്നുമല്ല, ഇനി കിഡോപ്പി വേറൊരു ബ്രാഞ്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ എന്താക്കും, ഉമ്മാക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങൾക്ക് ഇത്ര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് എനിക്ക് പൈസ ഉണ്ടാവുന്നത് ഒരു പേടിയാ. എന്താ നാട്ടുകാർ ഇതാക്കും എന്നുള്ളൊരു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടല്ലോ. എൻ്റെ നിലയും മേലിച്ച് കുറച്ചാളാ. വണ്ടി എടുക്കാൻ പോകുമ്പോൾ പറയും വണ്ടി എടുക്കണ്ട, ഉള്ള അതൊക്കെ ചിലപ്പോൾ നല്ല ഇനേക്കാൾ എന്തിനുള്ള വണ്ടി തന്നെ പോരെ. പക്ഷെ നമുക്കൊരാഗ്രഹങ്ങളില്ല. അടവ് പേടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഓരോ സ്ഥാപനം തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്നല്ലേ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ വണ്ടി നോക്കി അങ്ങനെ വണ്ടി എടുക്കണ്ട, ഉള്ള വണ്ടി എടുത്ത് നടന്നോ. നമുക്ക് ഈ കടം പറഞ്ഞ ഭയങ്കര പേടിയാണ്. പിന്നെ ഒരാളോട് പോയിട്ട് ഇറക്കുക, ഒരാളോടെ പോയി കയ്യാട്ട്, ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ അൽഹംദുലില്ലാ അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഓക്കെ. അതല്ല ഇപ്പൊ നമ്മൾ അഹങ്കരിക്കല്ലോ. പക്ഷെ നമ്മള് അങ്ങനെ ഇരിക്കാൻ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു പ്രശ്നമാണ് ഉമ്മാക്കുള്ളത്. കാരണം എന്ത് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ പൈസക്ക് എവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് എന്നോട് ചോദിക്കാം. അത് ചോദിക്കലില്ലേ? അതാണ്, ഈ പൈസക്ക് എവിടെ കൊണ്ടുപോയി വെക്കുന്ന എന്നോട് ചോദിക്കുക. അപ്പൊ പിന്നെ ഞാൻ എന്താ ഇത് ഇങ്ങനെ പറയുന്നത്, ഈ പൈസക്ക് ഞാൻ എവിടെ അത് തുടങ്ങുന്നുള്ളൂ, അതിന് പൈസ കിട്ടിയെന്ന് വരെ ആർക്കും അറിയാം. പക്ഷെ എന്താ വെച്ചാൽ ചിന്തകൾ ആൾക്കാരത് പറയുമോ. ഇപ്പം കുറേ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉമ്മാക്കുണ്ട്. അതായത് ആൾക്കാരെന്ത് പറയുന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ആൾക്കാരെന്ത് പറയുന്നുള്ളത് നമ്മൾ നോക്കരുത്. നമ്മൾ കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരും പറഞ്ഞിട്ട്
കോടികൾ കിട്ടിയാലും ഒരു കുഴപ്പമുണ്ടായില്ല. പാവങ്ങൾ ഇങ്ങനെ വെച്ച് പിച്ച വരുമ്പോ അത് ഒരു അത് അസൂയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ കക്കാൻ പോകുന്നില്ല, ഒരാളെ ചതിക്കാൻ പോകുന്നില്ല, ഒരാളെ പറ്റിക്കാൻ പോകുന്നില്ല, ഒരാളുടെ കുറ്റപടി ഇരുന്നിട്ട് ഞാൻ വീഡിയോ റീച്ചാക്കിയിട്ട് ഞാൻ പറയാറുമില്ല, ആരും പച്ചരച്ച് ഞാൻ തിന്നാറുമില്ല. നമ്മൾ എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്യണോ, അല്ലാതെ വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമ്മൾ ഒരു പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നറിയുന്നവർക്ക് എന്തായാലും ഇന്നറിയാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മൾ കഷ്ടപ്പാട് പറഞ്ഞിരിക്കണ്, നല്ല കാലം പറഞ്ഞിരിക്കണ്. പിന്നെ ഒരു മനുഷ്യൻ എന്നും കഷ്ടപ്പാട് അറിയണമെന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കണേൽ എനിക്ക് വേറെ ഒരു കാര്യം പറയാനില്ല. കാരണം കഷ്ടപ്പാടും യാചനകളും അനുഭവിച്ചവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ഇതിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പീക്ക്, അതായത് ഏറ്റവും ലോ ഒരു മോശം സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചവർക്ക് അറിയും. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ വേറൊരു വീട്ടിലേക്ക് ഒരു 50 ഉറുപ്പ്യക്ക് പോകണമെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ പൈസ ചിലപ്പോൾ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതല്ല, ആ ഒരു ടൈം ഭയങ്കര, അതായത് വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അതായത് ഉമ്മ പറഞ്ഞ പോലെ ഇറക്കാൻ പോവുക, ചിലപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും, പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറ്റുവേഷൻ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാമെന്ന് ഏതൊരാളും ആഗ്രഹിക്കുള്ളൂ. പക്ഷെ നമ്മൾ സാധാരണക്കാർ നന്നായി വരുമ്പോൾ, സാധാരണക്കാരെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സാധാരണക്കാരനല്ലോ എന്ന് ചോദിക്കും. ഞാൻ സാധാരണക്കാരനായിരുന്നു, അതെനിക്കിവിടെ പറയാൻ ഒരു മടിയില്ല. എനിക്കിപ്പോഴും അത്, ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇങ്ങനത്തെയൊക്കെ ഒരു വീട്, ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വീട്, ഇങ്ങനത്തെയൊക്കെ ഒരു വീട് ഉമ്മാടെ നാത്തൂന് അല്ലേ, നാത്തൂന് വരിക പാലക്കാട്ടില്, വാപ്പാന്റെ ഏട്ടന്റെ ഭാര്യ ആരാ വരിക, നിങ്ങളുടെ നാത്തൂൻ. അവിടെ ജോലിക്കൊക്കെ പോകുമ്പോ അവിടെ ഇതുപോലത്തെ വീട്ടിലൊക്കെ ജോലിക്കോ, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മള് പോയിട്ട് ആ വീടിന്റെ ഫ്രണ്ട് മൂത്തച്ചിയാ അതിനെ അവര് വീട്ടു ജോലിക്കോ അങ്ങനെ എന്താക്കും, അവിടുന്നൊക്കെ നമ്മള് ആ വീടിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ പോയി നിൽക്കാതെ അല്ലാതെ ഉള്ളിൽ കയറലില്ല. ഓക്കെ. പിന്നെ അവിടുന്ന് ഇവിടെ വന്നിട്ട് 10ാം ക്ലാസ് വരെ ഞാൻ ഇതേപോലത്തെ ഒരു വീടിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറിയിട്ടില്ല, ഇതാക്കിയിട്ടില്ല. പിന്നെ ഉമ്മ പണിക്ക് പോകുന്നിടത്തൊക്കെ ഞാൻ പോയിട്ടില്ല. വന്നിട്ടില്ലല്ലോ. എവിടേക്കും വന്നു നിങ്ങൾ പണിയെടുക്കണേ? ചക്കര ഉമ്മ കൊണ്ടുപോയി. ഞാൻ ഉമ്മ പണിയെടുക്കുന്നിടത്തൊക്കെ ഞാൻ പോകില്ല. കാരണം എന്താ വെച്ചാൽ അതായത് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ എനിക്കതൊക്കെ ഭയങ്കര ഇടങ്ങ, നമ്മളവിടെ കയറി നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ, നമ്മൾ ഉൾക്കൊള്ളൂ എന്നൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ഓലൊക്കെ വിളിച്ചാൽ നമുക്ക് ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരു പെരയിൽ എങ്ങനെ കയറി ചെല്ലാം. ഒന്നാമത് നമ്മളെ ഡ്രസ്സിങ് വീട്ടിലൊക്കെ നമ്മൾ ക്ഷണിക്കലും വിളിക്കലും, പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുക, നമുക്കിത് എങ്ങനെ കയറി, നമ്മളെ ഡ്രസ്സ് ഭയങ്കര അഴുക്കും മോശവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് 10ാം ക്ലാസ് വരെ ഞാൻ കയറിയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ കൂടിയിരിക്കുന്നതിന് മുന്നേ കേട്ടോ, അതായത് ആ വീടൊക്കെ ഞാൻ പണിയെടുക്കണം, കൂടിയിരിക്കുന്നതിന് മുന്നേ കയറിയിട്ടുണ്ട്. ഒരുപാട് വീടിൻ്റെ വർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 കൊല്ലത്തോളം ഞാൻ കല്ലിൻ്റെ പടവ് തന്നെയായിരുന്നു. അപ്പോൾ അത് കൂടിയിരിക്കണ വരെ നമ്മൾ എന്തായാലും കേട്ടു. പിന്നെ നമുക്ക് അവർക്കൊന്നും പോക്കൊക്കെ കണക്കാം, അവർക്കൊന്നും വിളി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അങ്ങനെ ഈ ഒരു വീട് വെച്ചതിന് ശേഷം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുക. നല്ലൊരു പെരയാണല്ലോ, നല്ലൊരു പെരാന്ന് മീൻസ് അങ്ങനെയല്ല, നമുക്ക് അവിടെ ഉള്ളത് നല്ല പെരയാണ്, പക്ഷെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുക. സിനിമ വന്നിട്ട് പറയും അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടക്കണമെങ്കിൽ ചെരുപ്പിട്ട് നടക്കണം എന്ന് പറയും. ഞാൻ 2-3 ദിവസം 4 ദിവസമൊക്കെ ഞാൻ ചെരുപ്പിട്ട് നടന്നു. ഈ ടൈൽസ് അങ്ങനെ ടൈൽസ് ഇപ്പോഴത്തെ വാദം അങ്ങനെ ഉമ്മി ചെരുപ്പിട്ടൊക്കെ നടന്ന് എനിക്കത് ഭയങ്കര അൺകംഫർട്ട് ആയിരുന്നു. കാരണം പുറത്തു കൂടെ തന്നെ ചെരുപ്പിടാതെ നടന്നിരുന്നത് നമ്മൾ പെരയുടെ ഉള്ളിൽ കൂടെ ചെരുപ്പിടണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. ചിലപ്പോൾ അത് നടക്കുന്ന ആൾക്കാരുണ്ടാവും, എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കത് മരുതുമ്പോൾ തൊടുമ്പോൾ ചളിയൊക്കെ അപ്പം ഞാൻ തൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര അതിനെന്താ പറയുക, കൂടുതൽ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് എന്തോ ഒരു പേര് പറയും, ഒസ്വാസ് കൂടും. അതേമാതിരി ഇവിടെ ഇതൊക്കെ നമുക്ക് ഒരു അൺകംഫർട്ട് ആയിരുന്നു. കാരണം അവിടുന്ന് നമുക്ക് ഇവിടേക്ക് മറ്റേത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോഴും അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഓരോന്ന് പിച്ച വെച്ച് എന്ന് വരുമ്പോൾ ഉമ്മ ഇപ്പോഴും അതൊന്നും മാറിയിട്ടില്ല. നാട്ടുകാരെന്ത് പറയും, കാരണം എൻ്റെ അറിവിൽ ഇപ്പം ഉമ്മയുടെ ഫാമിലിയിലെ നോക്കുന്ന ജോലി നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ വേറെ വെക്കാനും എല്ലാത്തിനും സപ്പോർട്ടും ഒക്കെ ഇതിനും കൂടെ ഉണ്ടായിരുന്നു. അതല്ലല്ലോ, പക്ഷെ ആ കുടുംബത്തിൽ ഏറ്റവും ലോ ആയിട്ട് നിന്നിരുന്ന ആളാരാ?
ഞാന് അതായത് ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തത് ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി ഉമ്മാൻ്റെ രണ്ട് ഏട്ടത്തികൾക്കാണെന്നുണ്ടെങ്കിലും വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആങ്ങളമാർക്കൊക്കെ വീടും കാര്യങ്ങളും ഒക്കെ സെറ്റിൽഡ് ആയിരുന്നു. ഉമ്മാക്ക് മാത്രമാണ് ആ കുടുംബത്തിന് എന്താ പറയാ ഒരു ആ പെരയും സ്ഥലം ഉണ്ട്. അതാണ് നമുക്ക് വേറെ ആൾക്കാരെയൊക്കെ ആശ്രയിക്കേണ്ട ആവശ്യങ്ങളായിരുന്നു. അത് നമുക്ക് വലിയ ഹെൽപ്പ് തന്നെയായിരുന്നു. നമ്മളൊന്നും ആരും കുറ്റം പറയാ ഒന്നും അല്ല കേട്ടോ. എന്റെ രണ്ടാമത്തെ ആങ്ങളാണ്ട് കയറ്റി തന്ന് രണ്ടു പുറം വാതിലടച്ചിട്ടാ പോയത്. അതായത് നമ്മളെ ഉമ്മയുടെ അതായത് അത്രയും അവര് നമുക്ക് വീട് വെച്ച് തരിക അങ്ങനത്തെ ഒക്കെ ആയിരുന്നു നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ. അതിന് നന്നായി ഹെൽപ്പ് തന്നെയായിരുന്നു. നമ്മളൊന്നും ഇത് പറയല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ. അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ഉമ്മ ഇവിടെ പണ്ട് ഈ ഒരു നാട്ടില് എല്ലാ വീട്ടിൽ കൂടി പണിക്ക് പോയിരുന്ന ആളെ ഒരു മിനിമം എത്ര വീട്ടിൽ പണിക്ക് പോയിരുന്നു നിങ്ങള്? 5 വീട്ടിലൊക്കെ പോയിരുന്നില്ലേ? ഏകദേശം 5 വീട്ടിൽ 1 ടൈം ജോലിക്ക് പോകുന്ന ആളായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പെരേത്തെ പണി എടുക്കും. അപ്പോ ഇന്നിപ്പോ ഉമ്മാക്ക് പണിക്കാഴ്ത്തി ഉണ്ടാക്കി വാപ്പാക്ക് കൊടുത്തിട്ട് പിന്നെയും പോകും ആ വെയിലത്ത് പോകും. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവിടെ പണി. അപ്പൊ ഈ ഗ്യാപ്പിൽ അന്നൊക്കെ പണിക്ക് പോകുമ്പോ 50 ഉറുപ്പ്യൊക്കെ കിട്ടോ. അങ്ങനെ പണിക്ക് 50, 100, 100. ഇന്നൊക്കെ ഞാൻ ഇവിടെ പണിക്ക് വരുന്ന ആൾക്കാർക്ക് 500, 300, 400 ഒക്കെ ലെവലിലാണ് ഞാൻ കൊടുക്കല്. അത് ഉമ്മേനെ കൊടുക്കല് അല്ലെങ്കിൽ സീനോ കൊടുക്കല്. കാരണം ഇന്ന് അത് കൂടിയിട്ടുണ്ട്. അന്ന് അത്ര ഉണ്ടായിരുന്നില്ല. അത് ഇന്നിപ്പോ ഉമ്മ ആവുമ്പോ അത് ഉമ്മ കൊടുക്കുന്ന കാണുമ്പോ എനിക്കത് ഭയങ്കര സന്തോഷം. കാരണം 500 ഇല്ല കേട്ടോ കൊടുക്കാൻ. എന്ത് അടിച്ചു കൊടുക്കണവർക്ക് 500 കൊടുക്കും. അത് പറയണില്ല, അതൊന്നും ഇല്ല. അത് പണിയെടുത്ത ആൾക്കാർക്ക്. പക്ഷെ ഞാൻ എന്താ വിചാരിക്കാന്നറിയോ, എൻ്റെ ഉമ്മ അതേമാതിരി പണിക്ക് പോയ ആളാ. ഒരു വീട്ടിലേക്ക് പണിക്ക് വരുമ്പോ ആ ഒരാള് എത്രത്തോളം ബുദ്ധിമുട്ടുകൊണ്ടാണ് വരിക. നമ്മൾ ഡെയിലി ഒരാളെ പണിക്ക് വിളിക്കണമൊന്നുമില്ല, എപ്പോഴെങ്കിലും അടിച്ചു കൊടുക്കാനേ വിളിക്കുക. അപ്പൊ പിന്നെ നമ്മൾ വരുമ്പോ എന്താക്കും, നമ്മൾ ഉള്ളപ്പോ കൊടുക്കാന്നുള്ളത്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ പിഷ്കാനൊന്നും നിൽക്കുമല്ലേ, ഇല്ലാതെ എൻ്റെ ഉണ്ട്. കാരണം ഞാൻ ഇതൊക്കെ കണ്ടു വളർന്ന ആളാ. ഇപ്പോൾ ഉമ്മ കുറേ പണിക്ക് പോകുമ്പോൾ ഉമ്മാക്ക് 50 ഉറുപ്പ്യ കിട്ടുക. ആ നേരത്തെ ഉമ്മാക്ക് ഒരു 500 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാവൂലേ? 500 ചിലയിടത്ത് കിട്ടലില്ലേ? നല്ല മനുഷ്യന്മാരൊക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാവൂലേ? സന്തോഷവും സന്തോഷം അവർക്ക് കിട്ടിക്കോട്ടെ. നമ്മൾ വേറെ എന്തൊക്കെയോ ഡെയിലി വലിയ അൽഫാമോ ഓരോ ഹോട്ടലിൽ വലിയ വലിയ പൈസ ഒക്കെ ആക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ പണിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പണിയെടുത്തിട്ടാണല്ലോ. ഞാൻ പണിക്ക് പോയ ഏത് കുടികളൊന്നും ഒന്നും തിന്നില്ല. എല്ലാരും പറയും. അങ്ങോട്ട് വേറെ ആൾക്കാർ ചോദിച്ചു ആചാരങ്ങളോട് തിന്നത് 10 മിനിറ്റ് തിന്നാൻ കുത്തിരുന്ന ആ പണി അവിടെ വേസ്റ്റായില്ല. അപ്പൊ തിന്നാൻ കിട്ടണൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരലുണ്ട് നമ്മക്ക്. അത് ഭയങ്കര വിറ്റാ. നമ്മളിങ്ങനെ കാത്തു നിക്കല. കാരണം നല്ല ഭക്ഷണം കിട്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോടെ ഉപ്പും കഞ്ഞിയും അങ്ങനെ എന്തെങ്കിലും പെരുന്നാൾ വന്നാൽ ചിക്കൻ വാങ്ങിയെന്നുള്ളു പണ്ടൊക്കെ. അപ്പൊ ഇവിടുന്ന് ഇടക്കിടക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ ഒന്ന് പറയും ഇന്നൊന്നും കൊടുന്നില്ലേ. ആപ്പിള് കൊണ്ടുവരും, ആപ്പിള് എല്ലാം കൊണ്ടുവരും. ഇന്ന് ഞാൻ ബ്ലൂബെറി വരെ വാങ്ങണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതല്ലാതെ ഇനി ഏത് കാലത്ത് നമ്മളൊക്കെ വാങ്ങൊക്കെ തിന്നോക്കണ്ടേ. ഇന്നിപ്പോ ഇപ്പോഴും സക്കാത്തിനും ആഗ്രഹമുള്ള ആളാണ്. അത് ശീലിച്ച ആൾക്കാരാണ്. ഇപ്പൊ നമ്മളിത് ഇവിടെ വന്ന് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാ ഇതുമായി പിന്നെ എന്തിനാ ഇവര് ഈ ദാരിദ്ര്യം പറയുന്നത്, എന്തിനാ ഇത് നമ്മൾ ഒരിക്കലും ദാരിദ്ര്യം പറയല്ല. കഴിഞ്ഞ നമ്മള് ചുവട് വെച്ചതിലൂടെ വരുമ്പോ പിന്നിൽ കിടക്ക് നോക്കണ നല്ലതാ. ഒരിക്കലും മറക്കരുത്. ഇന്റെ എന്ത് കാര്യം ഇപ്പൊ നമ്മള് വന്നിട്ട് ഞാൻ കുറെ ദിവസമായിട്ട് കുറെ ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഇടാറില്ല. എനിക്ക് പൈസ ഉണ്ടാക്കണം, നല്ലോണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മാത്രമല്ല, ഓൺലി ബിസിനസ്സും പാടെ ഇതിന്റെ കൂടെ. കാരണം യൂട്യൂബ് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വരുമാന മാർഗങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത വഴി നോക്കണം. അതിന് നമ്മൾ മടിച്ചിരുന്നിട്ട് കാലം. ഇന്ത്യക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ എന്താക്കും, ഏത് സാധനം ക്ലിക്കാവാന്ന് പറയാൻ പറ്റില്ല, എല്ലാം നോക്കി നോക്കും. ഓക്കെ, അല്ലാതെ പിന്നെ നമ്മളിവിടെ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഇനി കിഡോപ്പി ആണെന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാ സക്സസ് ആയിട്ടാണ് പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, നല്ല സെയിലും ഉണ്ട്, ഒരുപാട് ആൾക്കാർ വന്ന് എടുക്കുന്നുണ്ട്, നല്ല അഭിപ്രായമുണ്ട്. പിന്നെ പ്രൈസിൻ്റെ കാര്യം ആൾക്കാർ പറയുന്നത്, കാരണം അത്രയും ഹെവി പ്രൈസ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റിന് വേറെ എവിടെയും കൊടുക്കണേക്കാളും കുറവിൽ നമ്മൾ കൊടുക്കണേ. നല്ല സാധനമാണ്. പിന്നെ ചൈനയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇറക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിലയും കാര്യങ്ങളും അതിനുണ്ട്. ഓക്കെ, പിന്നെ ഇനി അടുത്ത തുടങ്ങുന്ന സ്ഥാപനം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഓർമ്മ പുതുക്കിയതാണ്. ഉമ്മാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ എൻ്റെ ഒരു സന്തോഷം പറഞ്ഞപ്പോൾ ഇവിടെ ഉമ്മ പണിക്ക് ആളെ നിർത്തുന്നത്, പണിക്ക് ഉമ്മ പൈസ കൊടുക്കുന്നത്,
അതേമാതിരി സക്കാത്തിന് വരുമ്പോ ഉമ്മ ഇവിടുന്ന് എടുത്തിട്ട് ഉമ്മ സക്കാത്തിന് പോയിരുന്ന ആദ്യം കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ ഒരാളെ അങ്ങനെയല്ല, ഇപ്പൊ പൈസ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉമ്മർത്തിരുന്ന് ഇങ്ങനെ കൊടുക്കണ കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കണം ഗൈസ്. അത് കാരണം ഈ ഒരു നല്ല കാലം നമുക്ക് ആസ്വദിക്കണ്ടേ. എന്നും കഷ്ടപ്പാട് മാത്രം പോരല്ലോ. കിട്ടണ അവസരങ്ങൾ നമ്മൾ എന്താക്കുക, നമ്മുടെ ഇപ്പൊ നമുക്കൊരു മോശം ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മോശം ടൈമിനെ നമ്മൾ മാറ്റലെങ്ങനെ, ആ ഒരു സിറ്റുവേഷനെ നമുക്ക് എന്താക്കുക, എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ദിവസം ചെയ്യാൻ പറ്റുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം തന്നെ. ഞാൻ അത്ര ചിന്തിക്കാറുള്ളൂ. ഓക്കെ, അതിപ്പോൾ അൽഹംദുലില്ലാ ഒരു 2 കൊല്ലമായിട്ട് എനിക്കതെല്ലാം നടക്കും. പിന്നെ മാക്സികൾ ഞാൻ വാങ്ങിയല്ല, ഇഷ്ടമാതിരി മാക്സികൾ ആൾക്കാർ വാങ്ങിത്തരും. ഇപ്പൊ എന്റെ മക്കളിച്ച് നിങ്ങൾ 2 എടുത്തോളിയും 3 എടുത്തോളിയും പറഞ്ഞിട്ട്, അന്ന് ചക്കര ചെറുതായിരുന്നു. അപ്പൊ ഗൈസ് ഞാനിപ്പോ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, ഉമ്മാക്ക് പേടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെയാണ് പേടി. കാരണം ആൾക്കാർ എന്ത് പറയും, എന്താണ് ഞാൻ പുതിയ സ്ഥാപനം ഇടുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സാധനം വാങ്ങുമ്പോൾ ഇങ്ങനെ നമ്മൾ അതിന് മാത്രം നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലൂടെ നമ്മളുള്ളത് ഉള്ള പോലെ തന്നെയാണ്, അന്നത്തെ പോലത്തെ കഴിയാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അൽഹംദുലില്ലാ ബാധ്യതകളൊക്കെ ഒരുപാട് തീർന്നു. ഇനി വലിയ ബാധ്യതകളെന്നൊന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു പ്രായം കൊണ്ട് തന്നെ നമുക്കിത് സെറ്റിൽഡ് ആവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ഒരു 4 വർഷം മുന്നേ വരെ അല്ലേ ഒരു പ്രതീക്ഷ ഇല്ലാത്ത ആൾക്കാരായിരുന്നു നമ്മൾ. ഇന്ന് അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു വീട്ടിലും ഇതേപോലെ സ്ഥാപനങ്ങളൊക്കെ ആവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ടിങ്ങും പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു അടുത്ത സംരംഭം തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഈ ഹോട്ടലിലും ഇതിലൊക്കെ നമ്മളവിടെ പാത്രം കഴുകാൻ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഞാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഒരു കടക്ക് മുതലാളി ആവുക, അല്ലെങ്കിൽ 2-3 കടക്ക് മുതലാളി ആവുക എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷനും അല്ലാത്ത എനിക്ക്, അതായത് ഒരു വിദ്യാഭ്യാസം തികച്ച് കൂടുതൽ കിട്ടാത്ത, അതായത് 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് പോയി +2 ഒക്കെ പോയി, പക്ഷെ അതിനൊന്നും എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരമോ കാര്യങ്ങളൊന്നും കൂടുതൽ എനിക്ക് ഉണ്ടായില്ല. പക്ഷെ അതിനൊന്നും ഇപ്പം ഞാൻ ഖേദിക്കുന്നില്ല. കാരണം അങ്ങനെ എല്ലാം കഴിഞ്ഞ ആൾക്കാരെക്കാൾ ഉപരി ഇപ്പോൾ എനിക്ക് ഇന്ന് അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്നെ അപേക്ഷിച്ച്, എൻ്റെ വിദ്യാഭ്യാസത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ അത് പഠിച്ചോൻ കഴിഞ്ഞാൽ തന്നെയല്ല, അതിന് ഒരുപാട് സന്തോഷിക്കുന്നു. അതിന് നമ്മൾ അഹങ്കരിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും ആൾക്കാർ വേറൊരു കണ്ണിലെ കാണണം. അവൻ്റെ ഇത് കണ്ടില്ല. അത് ഈ സമൂഹം അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിലൂടെ അനുഭവിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഉമ്മ ഏറ്റവും പീക്ക് ലെവലിൽ, ഉമ്മയുടെ ഫാമിലിയിൽ ഉമ്മ ഏറ്റവും ലോ ലെവലിലായിരുന്നു. ഇപ്പോൾ ഉമ്മയുടെ ഫാമിലിയിൽ ഉമ്മ ഓലൊക്കെ ഒപ്പം എത്തിയിട്ടുണ്ട് അല്ലേ. അതിൽ നിങ്ങൾക്ക് ഹാപ്പി അല്ലേ? അതിൽ നിങ്ങൾക്ക് ഹാപ്പിയാ. അത് ഓലോട് മത്സരിക്കുക അങ്ങനെയല്ല. ഓൻ്റെ ഒപ്പെങ്കിലും എല്ലാവരുടെ ഒപ്പെങ്കിലും എത്തുക. അല്ല എന്നും നമ്മൾ മാത്രം താന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുക. ഇത് മറ്റേത് എന്നും പരിപാടിക്ക് ഓല വിളിച്ച അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച പരിപാടിക്ക് നമ്മൾ പോക്കാം. നമ്മളൊരു പരിപാടിക്ക് ആരും വിളിക്കലില്ല ഇല്ലല്ലോ. നമുക്ക് അതിനുള്ള സാഹചര്യം സിറ്റുവേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ വീട് അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മനുഷ്യനെ വിളിച്ചായിരുന്നില്ല. എങ്ങനെ ഇതൊക്കെ വിളിച്ചാൽ നമ്മളും കൂടെ എത്തൂലായിരുന്നു. ഇന്ന് ഈ വീട് വെച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇതൊക്കെ ഒന്ന് പറയുക, പുതിയ ബ്രാൻഡിൻ്റെ കാര്യം പറയുക, പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഇനി പെരുന്നാളാണ് വരുന്നത്. ഈ പെരയിലെ 2ാമത്തെ പെരുന്നാളാണ്, 2ാമത്തെ പെരുന്നാൾ. ഓക്കെ, എൻ്റെ അലൻ വന്നിട്ടുള്ള ആദ്യ പെരുന്നാൾ. അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അസുഖങ്ങളൊന്നും വരാതിരുന്നാൽ മതി. എൻ്റെ ആഗ്രഹം മാത്രമല്ല. വയ്യാണ്ടായി കഴിഞ്ഞാൽ അപ്പം വിചാരിക്കുന്നത് ഞാൻ മരിച്ചു. മരണം എന്നുള്ളത് സത്യമാണ്. നല്ല കാലം എന്റെ കുടിയിലാകൊണ്ട് ഇവിടെ ഞാൻ പോയിട്ടുണ്ടാവും. എന്തേ പോയിട്ടുണ്ടാവും? എന്റെ അമ്മ വെള്ളം തന്നിട്ടും ചുടുവെള്ളം തന്നിട്ടും ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളാരും വെള്ളം കൊടുക്കില്ല. ഞാൻ ഇന്നലെ സിനുവിന്റെ കൊണ്ട് മിന്നാൻ സിനുവിനെ ഞാൻ വരും ഇവിടെ കുത്തിരുന്നോളി, ഞാൻ 10 മണിയാകുമ്പോഴത്തേന് എത്തുന്നു. ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ട തന്നെ ഇരുന്നു. അങ്ങനെ ക്ലിയർ ആക്കി കൊടുക്കും. ഇനി ഇവിടെ ഉള്ള ആൾക്കാർ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് ഇനി വേറെ പുലിവാലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് നന്ദി നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 1 ഡേ
നിങ്ങൾക്കൊരു ദിവസം ഉണ്ടാവും. നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഉമ്മ ടെൻഷൻ അടിക്കണ മാതിരി മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ ഓല് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ എവിടെ എത്തൂല. കാരണം ഓല് ആ ഒരു ടെൻഷനും പാടെ നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ഓല് ഓൾറെഡി ടെൻഷനാണ്. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഉയർച്ച ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്താക്കും, വെറുക്കാനും എനിക്കില്ലാത്ത കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കും. അത് നമ്മുടെ ചെവിയിലെത്തിയിട്ട് നമ്മളത് എന്താക്കുക, നമ്മളതിലൊരു മൈൻഡ് ഔട്ടായി കഴിഞ്ഞാൽ നമ്മളെല്ലാ ഫോക്കസും തെറ്റും. ഒരു പറയുന്ന പോലെ പറഞ്ഞോട്ടെ. കാരണം എന്താ വെച്ചാൽ ഓല ടൈം ഓൽക്ക് നമ്മളെ മേലെ ആ ടൈം ഓരോ ടൈം നഷ്ടപ്പെടുകയാണ്. നമ്മൾ ആ ടൈമും കൂടി യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരാളുടെ വാക്കുകൾ കേൾക്കേണ്ട. നമ്മുടെ പീക്കിൽ ഏറ്റവും മോശം ടൈമിൽ നമ്മൾ കൂടെ ഇല്ലാത്തവരെ വാക്ക് നമുക്ക് എന്തെങ്കിലും ആയതിനു ശേഷം നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ടൈമിൽ ഹെൽപ്പ് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലുള്ളൂ ഇതൊക്കെ. ഇപ്പം നമ്മളതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മൾ പറയുമ്പോൾ പോലെ എന്താ പറയുക, ഒരാളുടെ കുറ്റം പറയുമ്പോൾ ആ കുറ്റത്തിൻ്റെ ഇത് നമുക്ക് കിട്ടുന്നല്ലേ പറയാം. അപ്പം അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇന്ത്യയൊക്കെ വിജയത്തിൻ്റെ രഹസ്യമൊക്കെ അത് തന്നെയാണ്. ഒരാളുടെ വാക്കും കേൾക്കലില്ല. ഇന്റെ എന്താണോ തീരുമാനം ഞാൻ അതിലേ മുന്നോട്ട് പോകും. പല വീഡിയോയിലും ഓരോരോ ആൾക്കാരെ കുറ്റം പറഞ്ഞ വീഡിയോ നമ്മൾ ഇത്ര കാലല്ല നമുക്ക് കുറ്റം പറയേണ്ട, അത് അവരവരുടെ ചോയ്സ്. അത് ആരും പറയാനില്ല. നമ്മുടെ കാര്യം. പിന്നെ ഇന്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടാക്കി നമുക്ക് നല്ലൊരു രീതിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാലോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ലല്ലോ. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ അസുഖങ്ങൾ വരാതിരിക്കുക. കാരണം നമ്മൾ എത്രയോ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് പണക്കാരപ്പുറത്ത് കിടക്കുന്നുണ്ട്, കോടീശ്വരന്മാരപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഓൽക്ക് ആ മേശപ്പുറത്ത് ഒരു കോടി വെച്ചിട്ട് 1 കോടി കണക്കോ വേണ്ടി കണക്കാൻ്റെ വേദന മാറുകയെന്ന് വെച്ചാൽ ഏതൊരാളും പറയാം വേദന മാറിയാൽ മതി എന്ന് പറഞ്ഞാൽ അത്ര വേദന നയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പൈസക്കൊക്കെ ഒരു വാല്യൂ ഉണ്ട്. അതിനേക്കാൾ മൂല്യമാണ് നമ്മുടെ ഹെൽത്ത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിപ്പോഴാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഹെൽത്ത് ഇപ്പം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതിൻ്റെ പെരയത്തെ ആൾക്കാരും കൂടി ഹെൽത്ത് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ പടച്ചോൻ്റെ കയ്യിലാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ ഓപ്പണിങ് നടത്താൻ, നെയിം റിവീലിങ് ചെയ്യാം. അതിൻ്റെ ഉപരി എന്താണ് ഡ്രസ്സ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇന്ന് രാത്രി ഞാൻ സിനുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോകും. ഇന്ന് ഞാൻ ഉമ്മ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ പോരാ, അപ്പോൾ ട്രാവൽ ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പം ഉമ്മാനെ വീണ്ടും തറവാട്ടിലോട്ട് ആക്കി. കാരണം ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ സിനുവിനെ കൊണ്ടുവന്ന് ഞാൻ ഇന്നലെ ഒന്ന് വയറിളക്കിയതാണ് ഗൈസ്. കാരണം ഇവിടെ ഒരാൾക്ക് വയറിളകിയിട്ടും പോയി, എനിക്ക് വയറിളകാതെയും പോയി എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്ത് നോക്കണ നൗഫലിന് എന്താ വയറിളകാത്തത് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയല്ല, നമ്മൾ പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ ഇതേമാതിരി ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയുർവേദ ഷോപ്പിൽ പോയിട്ട് ബാലസൂദ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം 1 ടൈം യൂസ് ചെയ്താൽ മതി, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതൊന്ന് ഇന്നലെ രാത്രി നോമ്പൊക്കെ തുറന്ന് ഒന്ന് കുടിച്ച് കിടന്നാണ് ഈ നേരം കുറച്ചേരം ഞാൻ ഉച്ചവരെ അല്ല, ഒരു 8 മണി വരെ ഒരു 11 മണി വരെ ഞാൻ ഉറങ്ങി. അതല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫുൾ ടൈം ബാത്റൂമിലായിരുന്നു ഗൈസ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ